സോ ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ സാധനം ഗൈസ്. പിന്നെ അവിടെ കാണിക്കുക ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാനും അൺഎക്സ്പ്ലെയിനും കൂടെ തുടങ്ങിയ ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം വെബ്സൈറ്റാണ് ഗൈസ്. വെബ്സൈറ്റ് അല്ല, ഇൻസ്റ്റാഗ്രാം സൈറ്റാണ്, ഇൻസ്റ്റാഗ്രാം ഓൺലൈൻ സ്റ്റോറാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സ്, ഉടുപ്പ്, പാൻറ്റ്, ഷൂസ്, ക്രോക്സ്, എല്ലാ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സും ആക്സസറീസും നിങ്ങൾക്ക് ഇവിടുന്ന് 10 പ്രൈസ് കുറവിന് കിട്ടും. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടും. സോറോയുടെ ഏസിൻ്റെയൊക്കെ സ്റ്റാച്ചു ഞങ്ങൾ കൊടുക്കുന്നത് 1000 1200 രൂപയ്ക്കുമാണ്. പോസ്റ്റേഴ്സ് ഞങ്ങൾ കൊടുക്കുന്ന 300-ഉം 400-ഉം 350-ഒക്കെയാണ് കൊടുക്കുന്നത്. അത് എത്ര പോസ്റ്റേഴ്സ് അറിയോ? 20 തൊട്ട് 60 to 40 വരെയുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ മെസ്താങ് എഡീഷൻ്റെ ഹെഡ്സെറ്റ്, അങ്ങനെ വാച്ചസ്, അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് പ്ലീസ് ഞങ്ങളോടൊന്ന് പറയുകയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസ് ഞങ്ങൾ നിങ്ങൾക്ക് റെഡിയാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ ഈ ഒരു വീഡിയോയ്ക്ക് കിടക്കാം. അങ്ങനെ ഇവിടെ ഫൈറ്റ് നടക്കുമ്പോഴായിരിക്കും നമ്മുടെ കുയിച്ചും കേപ്പോപ്പുകാരും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് മറ്റേ സൂട്ട് കേസ് തന്നെ പതിയെ എൻ്റെ ഇടയ്ക്ക് ഒരു ഓടുന്നു. അവിടെ ആ കേപ്പോപ്പുകാർ നമ്മുടെ കുയിച്ചോട് പറയും, ഇവൻ ഈ ഡ്രഗ്സിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഏത് വിഷയം നടന്നാലും അതിൻ്റെ അടുത്തായിട്ട് ഇവന് ചുറ്റിപ്പറ്റി നടപ്പുണ്ടാവുമെന്ന്. ഇത് കേട്ട് സസ്പീഷ്യസ് അടിച്ചാൽ അവൻ എന്ത് ചെയ്യും? ഇവനെ തടയാൻ നോക്കും. എന്നിട്ട് പറയും, ബ്രോ അവിടെ നിൽക്കണേ, ഞങ്ങളിപ്പോൾ നിങ്ങളുടെ സൂട്ട് കേസ് ചെക്ക് ചെയ്തിട്ട് ഇപ്പം തരാം മിടുക്കൻ. അത് പറഞ്ഞാൽ പുള്ളിക്കാൻ നിന്നത് തന്നെ. ഇങ്ങനെ ആയിരിക്കും പുള്ളിക്കാരൻ ഒന്നുകൂടെ ആഞ്ഞോടും. അങ്ങനെ കുറച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേനോ പെട്ടെന്ന് നമ്മുടെ കൊച്ചിയുടെ ഫ്രണ്ടിലേക്ക് ആ 3 വില്ലന്മാരെ കണ്ട് വന്നു ചേരും. നേരത്തെ ആ ഗുണ്ട ഉണ്ടാക്കി തല്ലി പിടിച്ചിടക്കുന്ന അമ്മമാരില്ലേ, അമ്മമാരിപ്പോൾ ഡ്രഗ്സ് എടുത്തിട്ട് കുറച്ചുകൂടെ പവറായി. അമ്മമാരെ കുറുക്കിൻ്റെ എമൗണ്ട് പവർ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊച്ചിയ ഫ്രണ്ടിൽ വരും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ബാറ്റ്മാനും പിന്നെ നമ്മുടെ ഇറേസർ ഹെഡും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ബാറ്റ്മാൻ എന്ന് വിളിക്കാം. ഇല്ലാണ്ട് പേടി നിന്ന് വിൽക്കുന്നു ബക്കുന്നു ആണ്ടല്ലായിരുന്നു. ഫൈറ്റ് മേടിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ റീസേർട്ടിൻ്റെ ആവശ്യത്തിനുള്ളതായി. അപ്പം റീസേർട്ട് പറയും, ഓക്കെ മച്ചാ, നീ ഒന്നും ചെയ്തില്ല, ഞാൻ വെറുതെ നിൻ്റെ കാര്യത്തിൽ തലയിടാൻ വന്നാൽ, അതുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യണ്ട. നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറൻറ്റും അങ്ങനെ ഒന്നും എവിഡൻസും എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഫൈറ്റ് ഇവിടെ കൊണ്ട് നിർത്താം. പിന്നെ നമ്മുടെ റീസേർട്ടിനൊരു ഡൗട്ടുണ്ട്, ഇവൻ ഒരു ക്വർക്ക്ലെസ് ആണോ എന്ന്. കാരണം ഇവൻ്റെ ക്വർക്ക് ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടി നമ്മുടെ റീസേർട്ട് ട്രൈ ചെയ്തിട്ടും അത് നടക്കുന്നില്ല. അതുകൊണ്ട് ഇവനോട് ഫൈറ്റ് ചെയ്തിട്ട് ഒരു ഗുണമില്ലെന്ന് മനസ്സിലായ നമ്മുടെ റേസേർഡ് അവിടെ നിന്ന് പോകാൻ നോക്കും. എന്നിട്ട് അവൻ്റെ സാധനം എടുത്തുകൊണ്ട് പോവും. സാധനം എന്താണെന്ന് എല്ലാവർക്കും വേണ്ടി മനസ്സിലായി കാണുമല്ലോ, കണ്ണി വയ്ക്കുന്ന മരുന്ന്. അവൻ ജനിച്ചപ്പരെ അവൻ്റെ അമ്മയുടെ കയ്യിൽ ഡോക്ടർ കൊടുത്താന്ന് തോന്നി കണ്ണിൽ വയ്ക്കുന്ന മരുന്ന് അവൻ്റെ അനിയനായിട്ട്. എവിടെ പോയാലും അതും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ അതിന് ശേഷം അവന് പോകുന്നതിന് മുമ്പേ നമ്മുടെ ബാറ്റ്മാനെ ഒരു ഡൗട്ട് അടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോലീസുകാർക്കൊന്ന് ശ്രദ്ധയപ്പെടുത്തിയേക്കാം എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിനുശേഷം നമ്മുടെ കൊയിച്ചിയും പിന്നെ ആ കേപ്പോപ്പുകാരും ഈ ഒരു ഡ്രഗ്സിൻ്റെ അടിയിലായിട്ടുള്ള ഈ ഒരു ഗുണ്ടകളുടെ ഇടയിൽ പെട്ടതായിരിക്കും പിന്നെ നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ആ മുള്ളിൻ്റെ കയർക്കുള്ള ആ ഒരു ഗുണ്ട പറയും, നീ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കത്തേ ഉള്ളോടാ, നീ അവിടെ നിൽക്കുക, ഇന്നാ ഇത് പിടിക്കുന്നു പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യും. അതിൽ നിന്ന് തലനാരിയായിരിക്കും അവൻ രക്ഷപ്പെട്ടായിരിക്കും. അങ്ങനെ രക്ഷപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും മറ്റേ തടിയൻ ആ ഒരു തീയിട്ടോട്ടിരിക്കുന്ന അവൻ വന്നിട്ട് നമ്മുടെ ചെറുക്കനെ അടിക്കാൻ വരുന്നത്. അതിൻ്റെ പുറയിലായിരിക്കും നമ്മുടെ ബാറ്റ്മാൻ വന്നിട്ട് ഇഷ്ടിക കൊണ്ട് അവിടെ തലയ്ക്കും മറ്റവൻ്റെ തലയ്ക്കും അടിച്ച് തായിടും. അങ്ങനെ നമ്മുടെ ചെറുക്കനോട് ചോദിക്കും, ആ കേപ്പോപ്പാരി എന്ത്? അതിന് അവൻ പറയും, അത് അവനാണെ ആ മറ്റേ പെട്ടിക്കാരുടെ പുറകിന് പോയി അവളെ ഞാൻ ഫോളോ ചെയ്യാൻ വിട്ടിട്ട് ഇവരെ ഞാൻ എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ബാറ്റ്മാൻ ചോദിക്കും, അതിനുള്ള ഉണ്ടോടാ നീ? അങ്ങനെ അതിന് ശേഷമായിരിക്കും അവർ രണ്ടുപേരും അവളുടെ പുറകിന് പോകാൻ തുടങ്ങുന്നത്. അപ്പരായിരിക്കും പെട്ടെന്ന് ഈ മുള്ളിൻ്റെ ഈ കൊഴുക്കുള്ള ഇവരെ വീണ്ടും ആക്രമിക്കാൻ വരുന്നത്. അപ്പരായിരിക്കും നമ്മുടെ റേസ് ഹെഡ് ഇങ്ങോട്ട് ഓടി വന്നിട്ട് അവനെ കെട്ടിയിട്ടിട്ട് നേരത്തിട്ട് അവൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് പറയുന്നത്, ഓ ഇപ്പോഴാണ് ഞാൻ ഹീറോ ആയിട്ടുള്ള എന്തെങ്കിലും പണി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സന്തോഷമായി. പറഞ്ഞ പോലെ ഞാൻ നൗതിയാണല്ലോ എന്ന് പറയും.
അങ്ങനെ അതിന് ശേഷം നമ്മുടെ കെ പോപ്പുകാരിയാണെങ്കിൽ ആ ഒരു പെട്ടിക്കാരൻ്റെ പുറകിൽ ഇങ്ങനെ ഓടിക്കുകയായിരിക്കും. അവൻ്റെ പുറയിലാണെങ്കിലോ ഒരു സലമാൻഡറുകാരനും ഉണ്ടായിരിക്കും, മറ്റേ ഗുണ്ടകളുടെ കൂട്ടത്തിലെ. അവനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പിടിച്ച് താഴെ ഇടും. അങ്ങനെ പെട്ടെന്നായിരിക്കും ആ ഒരു പെട്ടിക്കാരൻ പെട്ടെന്ന് ഒരു ഡ്രഗ് പോലെ സാധനം എടുത്തിട്ട് അപ്പത്തേനും അവൻ്റെ മുഖം ആടപ്പാടെ അങ്ങ് മാറും കേട്ടോ. ആ ഡ്രഗ് കുത്തിവെക്കും. എന്നിട്ട് ആ വലിയൊരു ആളായിട്ട് മാറും, ഏകദേശം ഫോർഹാമിൻ്റെ കൂട്ട്. എന്നിട്ട് 4 കൈയുള്ള അവൻ പല സ്ഥലത്ത് പല ആൾക്കാരെടുക്കും. ഒരു കയ്യിൽ അവിടെ കേപ്പോപ്പുകാരി, മറ്റേ കയ്യിൽ ആ സലമാൻഡർ, പിന്നെ വേറെ കയ്യിൽ വണ്ടി. അങ്ങനെ അവൻ അവിടെ ഫുൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൾക്കാരാണെങ്കിൽ അവൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി, ചിലവരെ കണ്ട് നെട്ടിയിരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ബാറ്റ്മാൻ എന്നിട്ട് മറിഞ്ഞു പോകുമ്പോഴായിരിക്കും നമ്മുടെ ഐസാവ അവനെ തടഞ്ഞിട്ട് ചോദിക്കുന്നത്, നീ ഇപ്പോൾ എവിടെ പോവാ? അതിനവൻ പറയും, ഓ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹീറോ അല്ലല്ലോ, ഒരു സിറ്റീസൺ അല്ലേ, അവൻ്റെ ക്രെഡിറ്റ്സ് എല്ലാം നീ എടുത്തോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നോളാം എന്ന് പറയും. അതിന് അവൻ പറയും, ആ പിന്നെ നിൻ്റെ സഹായത്തിന് താങ്ക്സ്, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് ഞാനല്ലേ പറയണ്ടേ, പിന്നെ ഒരു സിറ്റീസൻ്റെ ജോലിയല്ലേ ഒരു ഹീറോയെ സഹായിക്കുക എന്നുള്ള, ഞാൻ അത്രേ ചെയ്തുള്ളൂ, അത്രയും വിചാരിച്ചാൽ മതി. പിന്നെ ശരിക്കും നീ ആരാ? അതിന് നമ്മുടെ ബാറ്റ്മാൻ പറയും, ഞാൻ ശരിക്കും ഇപ്പം എന്താ പറയുക, ഹീറോസിൻ്റെ ജോലി ക്രൈം തടയാന്നുള്ളതാണ്, എൻ്റെ ജോലി ക്രൈം നടക്കുന്നതിന് മുമ്പേ അവരെ തടയാന്നുള്ളതാണ്. അതിന് നമ്മളെ റൈസായിട്ട് പറയും, ക്രൈം നടക്കുന്നതിന് മുമ്പേ നീ അവരെ തടയുക എന്ന് പറയുമ്പം അത് നിന്നെ ഒരു ക്രിമിനലാക്കി മാറ്റത്തില്ലേ? അതിന് നമ്മുടെ ബാറ്റ്മാൻ പറയും, നീ നിൻ്റെ ജോലി മര്യാദയ്ക്ക് സേഫായിട്ട് ചെയ്യാൻ നോക്ക്, നീയും ഇങ്ങനെ വെറുതെ കാണുന്ന ആൾക്കാരെയൊക്കെ പോലീസ് ഏൽപ്പിക്കാൻ തുടങ്ങിയാൽ അത് അവർക്കത്ര നല്ലതാണോ, നിനക്കത്ര നല്ലതാണോ? നമ്മുടെ ആരുടെയും ഭാഗം ശരിയല്ല ബ്രോ, അതുകൊണ്ട് നമുക്ക് ആരെയും വിലയിരുത്താനും പറ്റത്തില്ല. അപ്പോൾ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവും. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്ന നമ്മുടെ കേപ്പോപ്പുകാരി നമ്മുടെ കൊയിച്ചി അടുത്ത് പോയിട്ട് നമ്മുടെ കൊയിച്ചിയോടൊന്ന് താങ്ക്സ് പറയാൻ പോയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ കൊയിച്ചി ഈ തൊട്ടേനും പിടിച്ചതിന് ചെറിയ കാര്യത്തിനൊക്കെ അവനിങ്ങനെ സെറ്റ് അടിച്ചിരിക്കുന്നത്. അവൻ പറയും, ഞാനിന്ന് വലിയ ആൾക്കാരോട്ട് അവരോടൊന്ന് ഫൈറ്റ് ചെയ്തു, റോസിൻ്റെ കൂടെ ഒന്ന് അവരോടൊപ്പത്തിനൊപ്പം ഫൈറ്റ് ചെയ്തു, പക്ഷേ ഞാൻ വെറും ഒരു ട്രാഷിനകത്തല്ലേ പോയി വീണേ. എൻ്റെ ചെറിയൊരു തെറ്റ് കാരണം ഞാൻ വീണ്ടും ആർക്കൊരു യൂസ്ഫുള്ളും അല്ലാതെ വെറും ട്രാഷിനകത്ത് പോയി പെട്ടു, ഞാൻ കാരണം അവർക്കൊരു ഉപയോഗവും ഉണ്ടായില്ല എന്ന് പറയും. അതിന് നമ്മുടെ പെണ്ണ് പറയും, നീ അങ്ങനെ പറയില്ലേ, നീ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ, അതെന്താ ഒരു വലിയ കാര്യം തന്നെയല്ലേ, നീ ഒരു ഹീറോ ആയിട്ട് നീ എൻ്റെ ജീവൻ രക്ഷിച്ചു പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ. പിന്നെ പ്രോസിനോട് നീ എങ്ങനെ ഫൈറ്റ് ചെയ്യാമെന്നല്ല കാര്യം, നീ പ്രോസിനോട് ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തില്ലേ, അതാണ് കാര്യം എന്ന് പറയും. അങ്ങനെ അതിന് ആവശ്യം നമ്മുടെ ബാറ്റ്മാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, നിൻ്റെ തോൽവി ഞാൻ പറഞ്ഞുതരാം, നീ ആദ്യം ഇവളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന് പകരം നീ നിൻ്റെ ശരീരമാണ് കാണിച്ചു കൊടുത്തത് ഇവളുടെ കൊർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അതേപോലെ നീ ഇവൾക്ക് കൈ കൊടുത്ത് ഇവൾ ആ കൈയെ ജമ്പ് ചെയ്തിട്ട് നീ സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പഠിച്ചിരുന്നെങ്കിൽ നിനക്കൊരു കുഴപ്പമില്ല ലാൻഡ് ചെയ്യാൻ പറ്റിയേനെ. ഐ മീൻ നിനക്ക് ഇത്ര നാളായിട്ട് എങ്ങനെ ലാൻഡ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം നിൻ്റെ കുറുക്കി നീ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പറയും. പിന്നെ നീ എന്നെ കോപ്പി ചെയ്ത് നീ പെട്ടെന്ന് ആ ട്രാഷിലേക്ക് ചാടിയല്ലേ എന്ന് പറയും. അതിന് നമ്മുടെ ചെറുക്കൻ പറയും, ഞാൻ നിങ്ങളെ കോപ്പി ചെയ്തെന്നോ, അങ്ങനെ അനാവശ്യമൊന്നും പറയില്ല കേട്ടോ, എനിക്ക് അത്ര കഷ്ടമൊന്നുമില്ല എന്ന് പറയും. ഓ ശരി ശരിയാടാ, പക്ഷേ നീ പേടിക്കണ്ട കേട്ടോ, നിന്നെ നല്ലൊരു പ്രോ ഹീറോ ആയിട്ട് ഞാൻ മാറ്റിത്തരാം എന്ന് പറയും. അതിനാ ചോദിക്കും, അതിന് ഞാൻ നിങ്ങളോട് വർക്ക് ചെയ്യുന്നില്ലല്ലോ. എന്നിട്ടാണോ നീ എന്നെ നേരത്തെ മാസ്റ്റർ എന്ന് വിളിച്ചു? അത് പിന്നെ എൻ്റെ നാക്കടയ്ക്കുന്ന സ്ലിപ്പായതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി. അങ്ങനെ ഒരു ദിവസമാണ് അവിടെ കേപ്പോപ്പുകാരി പെണ്ണാണെങ്കിൽ
രണ്ട് കൊച്ചു പിള്ളേർ അവിടെ നിന്ന് കൊച്ചു പിള്ളേരല്ല ഇച്ചിരി ഒരു 17-18 വയസ്സുള്ള പിള്ളേർ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് കാണും. എനിക്ക് തോന്നുന്നു അവർ മാർവലിൻ്റെ കോപ്പിയാണെന്ന് തോന്നുന്നു. മറ്റേ ഒന്ന് വോൾവെറീനും ഒന്ന് മറ്റേ കണ്ണിൽ നിന്ന് വെട്ടം വരുന്നത്, പക്ഷേ എന്തുവായിരുന്നു അവൻ്റെ പേര്, ആ ഒരു മഞ്ഞ കളറിലെ കണ്ണിൻ്റെ പവറുള്ള ഒരുത്തുണ്ടല്ലോ, അവർ തമ്മിലുള്ള ഒരു റെഫറൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ ചെറുക്കനോട് അറിഞ്ഞപ്പം നമ്മുടെ ചെറുക്കൻ അവൻ്റെ പുതിയൊരു ഗിയറൊക്കെ ഇട്ടിട്ട് അന്നോട്ടേക്ക് വരികയായിരിക്കും. ഈ തവണ ഗിയർ ഇട്ടുകൊണ്ട് അവന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്പീഡ് കിട്ടും. അങ്ങനെ അവൻ നേരെ അങ്ങോട്ട് വന്ന് ട്രാഷിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പോഴായിരിക്കും ആ വാക്കുകൾ രണ്ടുപേരും ചോദിക്കുന്നത്, ഇവൻ മറ്റേ ട്രാഷ് തന്നെയല്ലേ എപ്പോഴും ട്രാഷിൽ പോയി കിടക്കുന്നത്. അവൻ പറയും അല്ലല്ല, എൻ്റെ പുതിയ പേര് അതാണ് ക്രൗളർ എന്ന് പറയും. ക്രൗളറോ, എന്ത് പേര്, നിനക്ക് അപ്പം ട്രാഷ് എന്നാ നല്ലത്, നീ ട്രാഷിൽ പോയിടാ എന്ന് പറയും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ക്രൗളർ എന്ന് പറയുന്ന ഹീറോയെ ആ രണ്ട് കൊച്ചു പിള്ളേർ എടുത്തിട്ട് അടിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ബാറ്റ്മാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ മരെടുത്ത് പഞ്ഞിക്കിടാൻ പോകുന്നത്. അപ്പം നമ്മുടെ ക്രൗലർ അങ്ങോട്ട് പറയും, ഈ തൊടുന്നതിനെ പിടിക്കും എല്ലാവരും എടുത്തിട്ട് അങ്ങ് അടിക്കാതെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഏറ്റവും അവസാനം നമ്മുടെ ബാറ്റ്മാൻ പിന്നെ നമ്മുടെ ക്രൗലറും കൂടെ അവസാനം അവിടെ ഇരുന്നാണ് തർക്കമാവും. ഏറ്റവും അവസാനം ഇവന്മാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇവന്മാർ എന്തൊരു പേരില്ല തല്ലുകൂടുന്നതെന്ന്. അവസാനം നമ്മുടെ കേപ്പോപ്പിലിപ്പം കൊച്ചു തന്നെ വരേണ്ട വന്നു. അവിടെ താരങ്ങി വന്നപ്പോഴോ ഈ രണ്ട് ഹൈസ്കൂളേഴ്സ് നമ്മുടെ കൊച്ചിൻ്റെ ഫാനായിരുന്നു. ഏറ്റവും അവസാനം അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾക്കാണെങ്കിൽ അവർക്ക് സൈൻ ഇട്ട് കൊടുക്കേണ്ട വന്നു. അങ്ങനെ സൈൻ ഇട്ട് കൊടുത്തതിന് ശേഷമോ പെട്ടെന്ന് പുറത്ത് ഒരു ഡയമണ്ട് ഹെഡ് വന്നു. ഐ മീൻ ഡയമണ്ട് അല്ല, കുറേ സ്റ്റോൺസും ക്രിസ്റ്റൽസിനെയും ഇട്ട് കവറിങ് ഉള്ള നല്ല ഹാർഡായിട്ടുള്ള ബോഡിയുള്ള ഒരുത്തൻ വന്നു. അവനാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ അവനെക്കുറിച്ച് പൊങ്ങച്ചടിക്കുകയും അവിടെ എല്ലാം അലമ്പുണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ഒരു കൊച്ചിനെയൊക്കെ എടുത്ത് അവൻ എറിയും. അത് നമ്മുടെ ക്രൗഡർ എന്ന് പറയുന്ന മഹാനായ ഹീറോ രക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ ബാറ്റ്മാൻ ആണെങ്കിൽ അവരോട് വലിയ കഷ്ടപ്പെട്ട് ഒരു വലിയൊരു ഫൈറ്റൊക്കെ ചെയ്തിട്ട് അവനെ അടിച്ച് ശരിയാക്കും. എന്നിട്ട് അങ്ങനെ അതിന് ശേഷം ആ ഒരു ചെറുക്കനെ ഇടിച്ചിടിച്ച് അവൻ ഇഞ്ചി പരുവാക്കി. അങ്ങനെ അവൻ്റെ സാധാ രൂപത്തിലേക്ക് വന്നിട്ട് അവനോട് ചോദ്യം ചോദിക്കാമെന്ന് പറയും. പക്ഷേ അവൻ്റെ രൂപത്തിൽ വന്നിട്ട് പോലും അവൻ ആരും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അമ്മാരുടെ അടിയല്ലേ നമ്മുടെ ബാറ്റ്മാൻ അടിച്ചത്. അങ്ങനെ അതിന് ശേഷം അവിടെ പെങ്കൊച്ചാണെങ്കിൽ ആ ഒരു മിഡിൽ സ്കൂളേഴ്സിനോട് പറയുന്നുണ്ടാവും, ശരിയും പറഞ്ഞാൽ ഈ ഒരു ഡ്രഗ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, നിങ്ങൾക്ക് ആരെയും കൊണ്ട് തരുവാണെങ്കിൽ ഇതിനെ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല, പകരം ഇത് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു തരണമെന്ന് പറയും. അങ്ങനെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി അവരും അതിന് സമ്മതിക്കും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അവിടുത്തെ ഈ അപകടങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നല്ലോ, അതിനെല്ലാം പറഞ്ഞ് നേരെ ആക്കും നമ്മുടെ കേപ്പോപ്പായും ക്രൗളറും കൂടെ. എന്നിട്ട് അവിടുത്തെ ആ ഒരു വില്ലനെ നമ്മുടെ ബാറ്റ്മാൻ കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് അവർ അവിടുന്ന് പോകാൻ തുടങ്ങും. കാരണം പോലീസ് അവിടെ വന്നല്ലോ. അപ്പോൾ നമ്മുടെ ഹൈസ്കൂളേഴ്സ് ചോദിക്കും, ശരി നിങ്ങൾ ആരാ? അതിന് നമ്മുടെ ചെറുക്കൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ഞങ്ങൾ ഈ ഒരു നാടിൻ്റെ സംരക്ഷകരാണ്. പക്ഷേ ഞങ്ങൾ എല്ലാവരും വെട്ടത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കുമ്പം ഞങ്ങൾ ഇരുട്ടിന് മറവിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കുന്നത് ഞങ്ങളാണ് ദ ബാറ്റ്മാൻ ആൻഡ് ദ ക്രൗഡർ എന്ന് പറഞ്ഞിട്ട് അത് നല്ല അടിപൊളിയായിട്ട് അവിടുന്ന് പോകും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ പോലീസുകാരൊക്കെ അങ്ങോട്ട് വരും. അങ്ങനെ പോലീസുകാർ വന്ന് ഈ ബോഡിയൊക്കെ എക്സാമിൻ ചെയ്ത് നോക്കും. അങ്ങനെ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്തതിന് കാരണം അവൻ്റെ ബ്ലഡ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഇടി കിട്ടിയതിൻ്റെ പേരിലും കുറേ ബ്ലഡൊക്കെ അവൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തൊപ്പി വെച്ച് ആ ഒരു ഡിറ്റക്റ്റീവ് പറയും, എന്തായാലും ഇവനെ ഇടിച്ച ആരായാലും അവൻ്റെ കഴുത്തൊന്ന് സമ്മതിക്കണം എന്ന് തന്നെ പറയും. പിന്നെ ഇവരെ രക്ഷിച്ച ഹീറോസിനെ പറ്റി എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കും. അതിന് പറയും, ശരിയും പറഞ്ഞാൽ ഇവർ ഒഫീഷ്യൽ ഹീറോസ് അല്ല, ഇവർ ഹീറോസ് ആണെന്ന് പറഞ്ഞ് നടന്ന് കുറേ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയും. അതിന് ആ ഒരു തൊപ്പിട്ട ഡിറ്റക്റ്റീവ് പറയും, ഓ അത്ര നല്ല കാര്യമല്ലോ എന്ന് പറയും. പിന്നെ പറയും, ഇവർ തന്നെയായിരുന്നു ആ വലിയ ജൈനറ്റിക് മനുഷ്യനുള്ളപ്പോഴും ഈ ഒരു ജൈനറ്റിക് മനുഷ്യനെ തോൽപ്പിക്കാൻ സഹായിച്ചതെന്ന് പറയും. അതിനാ പൂച്ച ഓഫീസർ പറയും, അതൊരു നല്ല കാര്യമല്ലേ, കാരണം ഇവരും ഹീറോസിൻ്റെ കൂട്ട് നല്ല പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്. അതിന് അവൻ പറയും, അതെ, പക്ഷേ വേറൊരു ഭാഗത്തും ചിന്തിക്കുവാണെങ്കിൽ ഹീറോസ് അവരായിട്ടുള്ള ലൈസൻസ് ഉണ്ട്, ഇവർക്ക് ആ ലൈസൻസ് ഇല്ല. പിന്നെ ഇവരുടെ കയ്യിൽ നിന്നാണ് നിയമം എടുത്ത് ഇവർ സ്വന്തമായിട്ട് ചെയ്യുക, ഇവർക്ക് നിയമങ്ങളും ലൈക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർക്കില്ല എന്ന് പറയും. അതുകൊണ്ട് ഇവർ ഇച്ചിരി അപകടമാണ്, ഇവരെപ്പം എന്താ ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മളെ കാണിക്കുന്ന നമ്മുടെ ചെറുക്കൻ അല്ലെങ്കിൽ നമ്മുടെ ക്രൗളറിൻ്റെ വീട്ടിലായിരിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ബാറ്റ്മാൻ പിന്നെ നമ്മുടെ കെ പോപ്പുകാർ ഇരിക്കുമായിരിക്കും. കെ പോപ്പുകാർ പറയും, ഓ വാർത്തയ്ക്കകത്ത് നമ്മൾ കുറച്ച് നമ്മൾ ചെയ്ത കാര്യമാണല്ലോ പറയുന്നത്. അതിന് നമ്മുടെ ക്രൗളർ ചോദിക്കും, ഓ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിന് നമ്മുടെ കെ പോപ്പുകാർ പറയും, ഇല്ല, എല്ലായിടത്തും പറയുന്നേ ഒരു കളവനും പിന്നെ
ഒരു റോളറും കൂടെ എന്തൊക്കെയോ വന്ന് കാണിച്ച് രക്ഷിച്ചിട്ടൊക്കെ പോയെന്നൊക്കെയാണ് പറയുന്നത്. അതിന് നമ്മൾ ചെറുക്കൻ പറയും, റോളർ അല്ലടി ക്രൗളർ എന്ന് പറഞ്ഞിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയും. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ guys ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഞാൻ കുറേ നാളുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം പറയും, മടിച്ച് ഇത്രയും നീട്ടിക്കൊണ്ട് പോയൊരു എപ്പിസോഡാണ്. എങ്ങനെ ബ്ലാക്ക് ക്ലോവർ കിട്ടാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അവസാനം ബ്ലാക്ക് ക്ലോവറിൻ്റെ സ്പീഡ് കിങ്ഡം മാർക്കിന് തുടക്കത്തിൽ കൊണ്ട് ഞാൻ നിർത്തി. ഇനി വിൻഡ് ബ്രേക്കർ വൺ പീസ് കൂടെ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് ക്ലോവർ കണ്ടിന്യൂ ചെയ്യും. ബ്ലാക്ക് ക്ലോവർ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, ഒറ്റയടിക്ക് ബ്ലാക്ക് ക്ലോവറിൻ്റെ 5-6 എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ആയിരിക്കും ഇനി ബ്ലാക്ക് ക്ലോവർ വരാൻ പോകുന്നത്. അപ്പോൾ അത്രയോട് പറയാൻ, ഞാൻ തുടങ്ങി വെച്ചൊന്നും അവിടെ തന്നെ ഇട്ടിച്ച് പോകുന്നില്ല. തുടങ്ങിയെല്ലാം ഞാൻ തീർത്തിട്ടേ പോകത്തുള്ളൂ. സോ ഇറ്റ്സ് മീ യുവർ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്. ബൈ ബൈ. ഓ സബ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.